ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടോക്ക്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് ദ അവർ ഓഫ് ട്രൂത്ത്. നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് പഠിക്കുന്നത്. അതിനുശേഷം എക്സാമിന് വരാൻ സാധ്യതയുള്ള നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പഠിച്ചാലോ? ഇതൊരു ഒരു നാടകമാണ്. ഇത് എഴുതിയിരിക്കുന്നത് പേഴ്സിവൽ വൈൽഡ് ആണ്. ദ അവർ ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ മണിക്കൂർ. ഈ ഒരു നാടകത്തിലെ ഈ ഒരു പ്ലേയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ നമുക്ക് നോക്കാം. റോബർട്ട് ബാൽവിൻ, മാർത്ത, ജോൺ, ഇവി, മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്. ഇത്രയും പേരാണ് ഈ ഒരു നാടകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരൊക്കെ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നാടകത്തിലേക്ക് വരാം. റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്നത് ഈ നാടകത്തിലെ ഹീറോ, നായകനാണ്. അതേപോലെ തന്നെ ഈ ഒരു നാടകത്തിലെ സെൻട്രൽ ക്യാരക്ടറും ആര് തന്നെയാണ്? റോബർട്ട് ബാൽവിൻ തന്നെയാണ്. അയാളുടെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞാൽ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള, അതായത് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? റോബർട്ട് ബാൽവിൻ. ഇയാളുടെ ഭാര്യയാണ് മാർത്ത, അയാളുടെ മകനാണ് ജോൺ, അയാളുടെ മകളാണ് ഇവി. സോ നമുക്കിനി ഈ നാടകത്തിൽ പ്രധാനമായി പറയുന്ന പോയിന്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ നാടകത്തിൽ പറയുന്ന കഥ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന ആള് വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് നമ്മൾ പറഞ്ഞു. സോ അയാളുടെ സത്യസന്ധതയേറിയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് ഈ ഒരു നാടകത്തിൽ ഒട്ടേറെ ഭാഗത്തും കാണിക്കുന്നത്. അതേപോലെ എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും അവസാനം സത്യം വിജയിക്കും എന്നൊരു കാര്യം കൂടി ഈ നാടകത്തിന്റെ അവസാനത്തിൽ പ്രൂവ് ചെയ്യുന്നു. റോബർട്ട് ബാൽവിന്റെ വീട്ടിലാണ് ഈ ഒരു നാടകം നടക്കുന്നതായി ആദ്യം കാണിക്കുന്നത്. തൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷവും അതേപോലെ സത്യസന്ധതയുമേറിയ ഒരു ജീവിതമായിരുന്നു റോബർട്ട് ബാൽവിൻ നയിച്ചുകൊണ്ടിരുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ അയാളുടെ വൈഫായിട്ടുള്ള മാർത്ത, മകനായിട്ടുള്ള ജോൺ, മകളായിട്ടുള്ള ഇവിയുടെ കൂടെയാണ് അയാൾ എന്ത് ചെയ്യുന്നത്? സന്തോഷത്തോടെയും സത്യസന്ധതയോടുകൂടെയും അയാളുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ റോബർട്ട് ബാൽവിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷാം എന്ന് പറയുന്ന ആളിൻ്റെ ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു ബാൽവിൻ്റെ ജോലി. അതായത് തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷാമാണ് ആ ഒരു ബാങ്കിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ആ ബാങ്കിലെ സെക്രട്ടറി ആയിട്ടാണ് നമ്മുടെ റോബർട്ട് ബാൽവിൻ വർക്ക് ചെയ്യുന്നത്. ആഴ്ചയിൽ $60 റോബർട്ട് ബാൽവിന് ആ ഒരു ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. ആ പരിമിതമായ വരുമാനം കൊണ്ട് വളരെ സന്തോഷത്തോടെയും സത്യസന്ധതയോടുകൂടിയുമാണ് അയാൾ തൻ്റെ ഫാമിലിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അയാൾ ജീവിക്കുന്നത്. അങ്ങനെ അവരുടെ ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ റോബർട്ട് ബാൽവിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടുള്ള ഗ്രേഷാമിൻ്റെ ബാങ്ക് പൂട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ ക്ലോസ് ആവുന്നത്. എന്തുകൊണ്ട് ബാങ്ക് പൂട്ടി അറിയണ്ടേ? ഈ ഗ്രേഷാം എന്ന് പറയുന്ന ആള് ബാങ്കിലെ ഡെപ്പോസിറ്റേഴ്സിന്റെ പണം മിസ്യൂസ് ചെയ്തു. ആ കാരണത്താൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് അയാളുടെ ബാങ്ക് ക്ലോസ് ചെയ്യുന്നത്. സോ റോബർട്ട് ബാൽവിൻ ആ ബാങ്കിലെ ഒരു വർക്കർ ആയിരുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു ബാങ്ക് പൂട്ടുന്നതോടുകൂടി അയാളുടെ ജോലിയും നഷ്ടപ്പെടുന്നു. ഗ്രേഷാം ഇങ്ങനെ ഡെപ്പോസിറ്റേഴ്സിന്റെ പണം മിസ്യൂസ് ചെയ്ത ക്രൈമിന് ആകെ ഉണ്ടായിരുന്ന വിറ്റ്നസ്, സാക്ഷി എന്ന് പറയുന്നത് റോബർട്ട് ബാൽവിൻ ആയിരുന്നു. സോ കോടതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ റോബർട്ട് ബാൽവിൻ സത്യം പറഞ്ഞാൽ ഗ്രേഷാം എവിടേക്ക് പോകും? ജയിലിലേക്ക് പോകും. റോബർട്ട് ബാൽവിൻ എങ്ങനെയുള്ള ഒരാളാണ്? സത്യസന്ധനായ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും അയാൾ എന്ത് ചെയ്യും? കോടതിയിൽ കണ്ട സത്യം അതേപോലെ പറയും. അങ്ങനെ പറഞ്ഞാൽ ഗ്രേഷാം എവിടേക്ക് പോകും? ചെയ്ത കുറ്റത്തിന് ജയിലിലേക്ക് പോകും. അങ്ങനെ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രേഷാം ബാൽവിനെ തൻ്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അയാൾക്ക് കുറച്ച് പണം ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാണ് പണം ഓഫർ ചെയ്യുന്നത്? ഇയാൾ കണ്ട കാര്യം എന്ത് ചെയ്യാൻ പാടില്ല? കോടതിയിൽ പറയാൻ പാടില്ല. എന്ത് ചോദിച്ചാലും അയാൾക്ക് ഓർമ്മയില്ല എന്ന് പറയണം.
ഇതിനാണ് ഗ്രേഷ്യാം എന്ത് ചെയ്യുന്നത്? ബാൽബിന് പണം ഓഫർ ചെയ്യുന്നത്. $100,000 ആയിരുന്നു ഗ്രേഷ്യാം റോബർട്ട് ബാൽബിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സത്യസന്ധനായിട്ടുള്ള ബാൽബിൻ ആ ഒരു ഓഫർ എന്ത് ചെയ്യാണ്? റിജക്റ്റ് ചെയ്യാണ്. ആ ഒരു ഓഫർ സ്വീകരിക്കുന്നില്ല. ഈ ഒരു ഓഫർ ഗ്രേഷ്യാം ബാൽബിന് കൊടുക്കുന്നതിനു മുൻപ് വരെ ബാൽബിന്റെ സത്യസന്ധതയെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു റോബർട്ട് ബാൽബിന്റെ ഫാമിലി നിന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലി എന്ന് പറയുമ്പോൾ തൻ്റെ വൈഫായിട്ടുള്ള മാർത്തയും മകനായിട്ടുള്ള ജോണും മകളായിട്ടുള്ള ഇവിയും ഒക്കെ തൻ്റെ സത്യസന്ധതയെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഗ്രേഷ്യാം ഇങ്ങനെ ഒരു ഓഫർ വെച്ചു എന്നറിഞ്ഞതിന് ശേഷം തൻ്റെ ഫാമിലിയുടെ ആ ഒരു സപ്പോർട്ട് റോബർട്ട് ബാൽബിന് കിട്ടാതായി. അതായത് തൻ്റെ ഫാമിലി നമ്മുടെ റോബർട്ട് ബാൽബിനെ ഗ്രേഷ്യാം വെച്ച ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തു. എന്നാൽ തൻ്റെ ഫാമിലി മുഴുവൻ തന്നെ സപ്പോർട്ടാക്കാതെ നിന്നപ്പോഴും ഈ ഒരു ഓഫറിൻ്റെ കാര്യം വന്നപ്പോൾ അവരെല്ലാം ഈ ഗ്രേഷ്യാമിനെ സപ്പോർട്ട് ചെയ്തപ്പോഴും നമ്മുടെ റോബർട്ട് ബാൽബിൻ്റെ മനസ്സ് മാറുന്നില്ല. അതായത് തൻ്റെ സത്യസന്ധതയെ വെടിഞ്ഞുകൊണ്ട് ഒന്നും തന്നെയും അയാൾ ചെയ്യാൻ അപ്പോഴും തയ്യാറായിരുന്നില്ല. ജസ്റ്റിസ്, ന്യായത്തിന് വേണ്ടി അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന സത്യസന്ധത പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആര്? റോബർട്ട് ബാൽബിൻ. അതുകൊണ്ട് തന്നെ കോടതിയിൽ കള്ളം പറയാനും ആര് റെഡിയായിട്ടുണ്ടായിരുന്നില്ല? നമ്മുടെ റോബർട്ട് ബാൽബിൻ റെഡിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫാമിലിയുടെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും അയാളുടെ ജസ്റ്റിസ്, അയാളുടെ ന്യായത്തെ വിട്ടുകളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ സത്യസന്ധതയെ വിട്ടുകളഞ്ഞുകൊണ്ട് അയാൾ ഒന്നും തന്നെയും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഈ ഒരു നാടകത്തിന്റെ അവസാനത്തിൽ നമ്മുടെ ഈ ഒരു റോബർട്ട് ബാൽബിന് ഒരു ജോലി ഓഫർ ചെയ്തുകൊണ്ട് ഒരു ബാങ്കിലെ പ്രസിഡന്റ് വരുന്നു. തേർഡ് നാഷണൽ ബാങ്ക്, അതാണ് ആ ബാങ്കിന്റെ പേര്. ആ ബാങ്കിലെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ മാർഷൽ ആണ് എവിടേക്ക് വരുന്നത്? നമ്മുടെ റോബർട്ട് ബാൽബിന് ഒരു ജോലി ഓഫർ ചെയ്തുകൊണ്ട് വരുന്നത്. ഗ്രേഷ്യാമിന്റെ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ റോബർട്ട് ബാൽബിന് കിട്ടുന്ന ആഴ്ചയിലെ തുക എന്ന് പറയുന്നത്, ആഴ്ചയിലെ ശമ്പളം എന്ന് പറയുന്നത് $60 മാത്രമായിരുന്നു. ആ ഒരു പരിമിതമായ തുകയിൽ അവർ ഹാപ്പി ആയിട്ട് ജീവിച്ചു. ശേഷം നമ്മുടെ ഗ്രേഷ്യാമിനെ പോലീസ് പിടിക്കുമ്പോൾ ഗ്രേഷ്യാം വലിയൊരു തുക നമ്മുടെ റോബർട്ട് ബാൽബിന് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ റോബർട്ട് ബാൽബിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ റോബർട്ട് ബാൽബിന് ആ ഒരു തുക അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. ആ ഒരു സമയത്ത് ഏതൊരു മനുഷ്യന്റെ മനസ്സും ചാഞ്ചാടും, അല്ലേ? എന്നാൽ റോബർട്ട് ബാൽബിൻ മറ്റൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാതെ, മനസ്സ് ചാഞ്ചാടാതെ തൻ്റെ സത്യസന്ധതയിൽ ഉറച്ചു നിന്നു. അതിൻ്റെ ഒരു റിവാർഡായിട്ടാണ് തനിക്ക് ഈ ഒരു പ്ലേയുടെ അവസാനത്തിൽ, ഈ ഒരു നാടകത്തിൻ്റെ അവസാനത്തിൽ തനിക്ക് കിട്ടുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് എന്ന് റോബർട്ട് ബാൽബിൻ പറയുന്നു. ഈ ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു നാടകത്തിന് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ടൈറ്റിൽ ആപ്റ്റ് ആകുന്നത്. സോ ലൈഫിൽ എപ്പോഴും സത്യസന്ധത കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡ്സ് ഒക്കെ നമ്മളിലേക്ക് വന്ന് ചേരുമെന്നും സത്യം എപ്പോഴും വിജയിക്കുമെന്നും ഈ ഒരു നാടകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ, ഈ ഒരു പ്ലേയിലെ പ്രധാന കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ പറ്റി നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തുകൊണ്ട് ഈ നാടകത്തിന് ദ അവർ ഓഫ് ട്രൂത്ത് എന്ന ടൈറ്റിൽ ആപ്റ്റായി എന്നുള്ളത്. രണ്ടാമത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഒന്നെങ്കിൽ റോബർട്ട് ബാൽബിൻ്റെ, അതല്ലെങ്കിൽ ഗ്രേഷ്യാമിൻ്റെ. ഈ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും മാർത്തയുടെയും കൂടി നോക്കി വെക്കുക. മൂന്നാമത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു നാടകത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭം, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് തന്നിട്ട് അതിൻ്റെ ബേസിസിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേ ബി ഒരു കോൺവെർസേഷൻ റൈറ്റിംഗ് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഗ്രേഷ്യാം റോബർട്ട് ബാൽബിന് ഓഫർ ചെയ്യുന്ന സന്ദർഭമുണ്ടല്ലോ, ആ സന്ദർഭത്തെ പറ്റി ഒരു കോൺവെർസേഷൻ റൈറ്റിംഗ്. അങ്ങനെ കോൺവെർസേഷൻ റൈറ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു ലെറ്റർ റൈറ്റിംഗ് പ്രെഡിക്റ്റ് ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡയറി എൻട്രി, അതായത് നമ്മുടെ റോബർട്ട് ബാൽബിൻ ഗ്രേഷ്യാം ഓഫർ ചെയ്തതിനെ റിജക്റ്റ് ചെയ്ത ദിവസം വന്നിട്ട് റോബർട്ട് ബാൽബിൻ എഴുതുന്ന ഒരു ഡയറി, അതും പ്രെഡിക്റ്റ് ചെയ്യാം.
പിന്നെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോബർട്ട് ബാൽവിൻ ആ ഒരു ഓഫറിനെ റെഫ്യൂസ് ചെയ്തു. സോ അതേപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വരാം. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നൊരു ക്വസ്റ്റ്യനും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് ഈ ഒരു സമ്മറി അറിഞ്ഞിരുന്നാൽ തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. താങ്ക്